കേരളത്തിലെ അതിപ്രാചീന മനുഷ്യരിലേക്കും അവരുടെ ജീവിതത്തിലേക്കുമെല്ലാം വെളിച്ചം വീശുന്ന ഒരു പ്രകാശ ഗോപുരത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വയനാട് മാനന്തവാടിയിലെ അമ്പുകുത്തി മലനിരകളുടെ പടിഞ്ഞാറേ ചരിവിലേക്ക്, എടക്കൽ ഗുഹയിലേക്ക്. നമസ്കാരം. മൈൻഡ് വിഷൻ ടിവിയുടെ ട്രാവൽ വയോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കുടുംബിയ ഗോത്രത്തിൽപ്പെട്ട പല പുലികളെയും കൊന്ന കാട്ടുരാജാവ് ജീവിച്ചിരുന്ന എടക്കൽ ഗുഹ. ചരിത്രകാരന്മാർക്ക് പണ്ടേ മനുഷ്യർ എങ്ങനെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഉറവിടം കൂടിയാണ് ഈ ചരിത്ര ഗുഹ. കാണാം നമുക്ക് വിശേഷങ്ങൾ. അങ്ങനെ നമ്മൾ അമ്പുകുത്തി മലനിരകളുടെ താഴ്വാരത്ത് വാഹനം പാർക്ക് ചെയ്തിറങ്ങി. ഇനി 1.5 കിലോമീറ്റർ കാൽനടയായി വേണം എടക്കൽ ഗുഹയിലേക്ക് എത്താൻ. യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപാട് നിബന്ധനകളാണ് ആ ബോർഡിലുള്ളത്. വാഹനങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകരുത്, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ തന്നെ മുകളിലേക്ക് പോകരുത്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. അങ്ങനെ നമ്മൾ മുകളിലേക്ക് നടന്നു തുടങ്ങി. ദക്ഷിണ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണല്ലോ ഈ എടക്കൽ ഗുഹ. നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ ഒരു 12D തിയേറ്റർ കാണാം. നമ്മൾ ജഡായു ഹെൽത്ത് സെൻ്ററിൽ പോയപ്പോൾ കണ്ട അതേ 12D തിയേറ്റർ തന്നെയാണിത്. ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു രീതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് അമ്പും വില്ലും പരിശീലിപ്പിക്കുന്ന ഒരു ഇടമാണ്. അതിൻ്റെ ഒരു നമുക്ക് എങ്ങനെയാണ് അമ്പും വില്ലും ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു തരും. എനിക്കൊപ്പം വന്ന റോജി അമ്പും വില്ലും പരീക്ഷിക്കാൻ തുടങ്ങുകയാണ്. നല്ല ഉന്നം പിടിച്ച്. റോജിക്ക് അമ്പും വില്ലും വശമൊന്നുമല്ല, പക്ഷേ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും റോജിക്ക് മനക്കെട്ടി കൊണ്ട് റോജി ചെയ്യുകയാണ്. എന്തായി തീരുമെന്ന് നമുക്കൊന്ന് നോക്കാം. മൊത്തം 3 ആരോയാണ് നമുക്കിങ്ങനെ തരുന്നത്. അവർ 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക്. ഒരുപാട് വിദേശികളൊക്കെ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരുമൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മൊബൈൽ നമ്പറും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അമ്പെയ്ത്തൊക്കെ പഠിക്കണമെങ്കിൽ വയനാട്ടിൽ ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതി. ഈ വഴിയോരങ്ങളിൽ ധാരാളം കടകളുണ്ട്. സ്വീറ്റ്സൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടാണ് ഈ കടകളെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ എനിക്കൊപ്പം വന്ന റോജി മുന്നോട്ട് നടന്നു പോകുന്നതാണ് കാണുന്നത്. ഞാനിങ്ങനെ വിഷലൊക്കെ എടുത്ത് പിന്നിലായിപ്പോയി. പക്ഷേ ഒരുപാട് നടക്കാറുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ പകുതി എത്തിക്കഴിഞ്ഞു. ഇനി വലിയൊരു കയറ്റമാണ്. ഈ കയറ്റത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പാറ കാണാൻ കഴിയും. അമ്പുകുത്തി മലനിരകളുടെ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന പാറയാണ്. അങ്ങനെ അതെല്ലാം പിന്നിട്ട് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. ഇതൊരു കയറ്റമാണ്. കയറ്റം കയറി വരുമ്പോഴാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഒരുപാട് വിദേശികൾ എടക്കൽ ഗുഹ സന്ദർശിച്ചിട്ട് വരുന്ന ദൃശ്യമാണ്. നമ്മളിപ്പോൾ എത്തിയത് ഏകദേശം ഒരു 4 മണി കഴിഞ്ഞു. അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങുന്നൊരു സമയമാണ്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ജോജി ടിക്കറ്റൊക്കെ എടുത്തു. 50 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അതുപോലെ തന്നെ കുട്ടികൾക്കും ടിക്കറ്റ് നിരക്ക് കുറവാണ്. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. 50 രൂപയും 30 രൂപ ക്രമത്തിലാണ്. അതുപോലെ തന്നെ ക്യാമറ ഉപയോഗിക്കാനായിട്ട് ഇവിടെ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. വെള്ളം ബോട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ 20 രൂപയാണ് അടയ്ക്കേണ്ടത്. തിരിച്ച് നമ്മൾ ആ കുപ്പി കൊടുത്തു കഴിഞ്ഞാൽ പൈസ നമുക്ക് തിരിച്ചു തരും. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഗുഹയെക്കുറിച്ചുള്ള ചരിത്രങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയാണ് ടിക്കറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. ടിക്കറ്റ് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് മുന്നിലേക്ക് പോവുകയാണ്. അതിമനോഹരമായ ഒരു പൂന്തോട്ടം പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ. നല്ല സുഗന്ധമാണ് ഇവിടെ. കാപ്പിത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള ഒരു പാതയാണ്. ചെറിയ ചെറിയ കല്ലുകൊണ്ടാണ് ഈ പടവുകളെല്ലാം തീർത്തിരിക്കുന്നത്. ഈ കൽപ്പടവുകളെല്ലാം കയറി വേണം മുകളിലേക്ക് പോകാൻ. പക്ഷേ ഇതെല്ലാം വൃത്തിയായിട്ടാണ് ഇവർ സംരക്ഷിക്കുന്നത്. ഒരുപാട് ജീവനക്കാരും ഒക്കെ ഉണ്ട് ഇവിടെ. തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് ഇവിടെ പ്രവർത്തനമുള്ളത്. ബാക്കി എല്ലാ ദിവസങ്ങളും ഇവിടെ ഓപ്പണാണ്. അപ്പോൾ ഇവിടേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വയനാട് കൽപ്പറ്റയിൽ നിന്നും 25 കിലോമീറ്റർ ദൂരപരിധിയാണ് ഇവിടേക്കുള്ളത്. ബസ് മാർഗവും അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളിലൂടെയും നിങ്ങൾക്ക് ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ്. അതിമനോഹരമായ സ്ഥലമാണ്. ശരിക്കും നമ്മൾ ഒരിക്കലെങ്കിലും വരേണ്ടുന്ന ഒരു സ്ഥലമാണ് എടക്കൽ ഗുഹ. ഇവിടെ നിന്നും താഴേക്ക് നോക്കിയാൽ നമ്മൾ കയറി വന്ന ഭാഗങ്ങൾ കാണാം. എന്ത് മനോഹരമായിരിക്കുന്നു. ചെങ്കുത്തായ വലിയൊരു പാറനിരകളാണ്. ഇവിടെയാണ് കൽപ്പടവുകളും ഒക്കെ തീർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗുഹയ്ക്കുള്ളിലേക്ക് പോകാം. എനിക്കൊപ്പം വന്ന റോജി ആദ്യം തന്നെ കയറിപ്പോയി. ഈ ഗുഹ കാണുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്നൊരു സിനിമ കണ്ടല്ലോ, അതിൻ്റെ രംഗങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത്.
എടക്കൽ ഗുഹയിലേക്ക് നമ്മൾ എത്തുന്നതേ ഉള്ളൂ. അതിന് തൊട്ട് മുന്നേ കാണുന്ന ഗുഹയാണ്. ഈ ഗുഹയ്ക്കുള്ളിലൂടെ പ്രവേശിച്ച് വേണം നമ്മൾ എടക്കൽ ഗുഹയിലേക്ക് എത്താൻ. നല്ല മിനുസമുള്ള പാറകളാണ്. ഈ പാറകളിൽ പിടിച്ചും ചവിട്ടിയുമൊക്കെയാണ് നമ്മൾ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വരുന്നത്, റീൽസ് എടുക്കാനും അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കൂടുതലും യുവാക്കളാണ്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോകാം. എന്ത് മനോഹരമായിരിക്കുന്നു. ഈ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നല്ല വ്യത്യസ്ത അനുഭവമാണ്. നല്ല തണുപ്പും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ദിവ്യാനുഭവം ശരിക്കും നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഈ കാട്ടരുവികളിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം ഇവിടെ സംഭരിച്ച് വെച്ച് സഞ്ചാരികൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഒരു പൈപ്പ് വഴി അവരൊരു ജലം ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്ഷീണമകറ്റാനൊക്കെ നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാം. നല്ല തണുത്ത വെള്ളമാണ്, ശുദ്ധവെള്ളമാണ്. അങ്ങനെ നമ്മൾ ക്ഷീണമൊക്കെ അകറ്റി ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ഇവിടെ കൃത്രിമമായിട്ട് ഒരു ഏണിപ്പടി ചെയ്തിട്ടുണ്ട്. ഏണിപ്പടി കയറി വേണം മുകളിലേക്ക് എത്താൻ. ആണ്ടോ, ഗുഹയ്ക്കുള്ളിൽ നിന്നും മുകളിലേക്ക് നോക്കുമ്പോൾ എന്ത് മനോഹരമാണ്. ഇപ്പോൾ നമ്മൾ ഗുഹയ്ക്ക് വെളിയിൽ കയറിയിട്ടുണ്ട്. വീണ്ടും ഏണിപ്പടികളാണ് കാണുന്നത്. ഈ ഗുഹയ്ക്കുള്ളിൽ നിന്നാണ് നമ്മൾ പുറത്തേക്ക് വന്നത്. ഇതാണ് നമ്മളാ പറഞ്ഞ ഏണിപ്പടി. ഇനി നമ്മൾ ഇവിടെ നിന്നും മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യമാണിത്. ഇതാണ് ശരിക്കും എടക്കൽ ഗുഹ എന്നറിയപ്പെടുന്ന ഗുഹയുടെ പുറമേയുള്ളൊരു ഭാഗം. പക്ഷേ ഒരിക്കലും നമുക്ക് നമ്മുടെ ഈ ഒരു ദൃശ്യങ്ങൾ മാത്രം ഒതുങ്ങുന്നതല്ല. വലിയൊരു ഡ്രോൺ ഷോട്ടിലൂടെയൊക്കെ മാത്രമേ നമുക്ക് ഗുഹ പൂർണ്ണമായും നിങ്ങളിലേക്ക് കാണിക്കാൻ കഴിയുള്ളൂ, ഗുഹയുടെ വെളിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഇത് മറ്റൊരു ഏണിപ്പടി കയറി നമ്മൾ എടക്കൽ ഗുഹയുടെ സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കാണുന്ന ദൃശ്യമാണ്. ഈ ഏണിപ്പടികൾ കയറിയാണ് നമ്മൾ മുകളിലേക്ക് രണ്ടാമത്തെ ഗുഹയിലേക്ക് എത്തിയത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള പ്രകൃതി സൗന്ദര്യമാണ് ഇപ്പോൾ കാണിക്കുന്നത്. എന്ത് മനോഹരമായിരിക്കുന്നു അറിയാം. നല്ല കാറ്റാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. ദൂരത്തേക്ക് നോക്കുമ്പോൾ തന്നെ വലിയ കാറ്റ്. ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ബോർഡ് ഒരു സുരക്ഷാ ബോർഡാണ്. കാരണം ഈ പാറയുടെ മുകളിലേക്ക് മുൻപ് സഞ്ചാരികൾ കയറുമായിരുന്നു. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് മുകളിലേക്ക് ഇപ്പോൾ ആരെയും കയറ്റി വിടുന്നില്ല. അതിനുവേണ്ടി ഒരു ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം അപകടകരമാണ്, എപ്പോഴും തെറ്റലുണ്ടാകാനുള്ള സാധ്യതയുണ്ടായതുകൊണ്ട് അവിടേക്ക് പ്രവേശനമില്ല. എടക്കൽ ഗുഹ കണ്ട് സുരക്ഷിതമായിട്ട് നമുക്ക് മടങ്ങാനുള്ളൊരു സൗകര്യമാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സമയം കളയുന്നില്ല, നമ്മൾ എടക്കൽ ഗുഹയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗമാണ് എടക്കൽ ഗുഹയുടെ എൻട്രൻസ്. എന്ത് മനോഹരമായിരിക്കുന്നു. ഇതാണ് സാക്ഷാൽ എടക്കൽ ഗുഹ. BC 6000 വർഷം പഴക്കമുള്ള ചിത്രങ്ങളാണ് എടക്കൽ ഗുഹയിൽ കാണാനാവുക. ഈ ഗുഹകളുടെ രൂപീകരണത്തെക്കുറിച്ച് നിരവധി കഥകളുണ്ട്. നാടോടി കഥകൾ കൂടാതെ പല കഥകളും നാട്ടുകാർ പറയുന്നുമുണ്ട്. എടക്കൽ ഗുഹ സന്ദർശിക്കുന്ന സഞ്ചാരികൾക്ക് ഒരു ദിവ്യാനുഭവം സമ്മാനിക്കുന്ന ഒരു ഇടമുണ്ട് ഈ ഗുഹയ്ക്ക് അരികിൽ. ഗുഹാചിത്രങ്ങൾ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പാറയിടുക്കുകളിൽ നിന്നും കാണാനാവുന്ന വിദൂരതയിലേക്കുള്ള ഒരു ദൃശ്യം. ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന കാറ്റിൻ്റെ ആ ഒരു ദിവ്യാനുഭവം പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. തീർച്ചയായും നിങ്ങൾ ഒരിക്കലെങ്കിലും എടക്കൽ ഗുഹ കാണാനായി എത്തണം. ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ചിത്രങ്ങളും വിശേഷങ്ങളുമൊക്കെ അറിയാം. എൻ്റെ പേര് മത്തായി എന്നാണ്. ഞാൻ എടക്കലിൻ്റെ സ്റ്റാഫാണ്. ഇതിൻ്റെ ഗുഹ എടക്കൽ ഗുഹ എന്ന് പറയുന്നത്, എടക്കൽ എന്ന് പറയുന്നത് മുകളിലൊരു കല്ലിരിക്കുന്നുണ്ടല്ലേ, അതിനാണ് എടക്കൽ എന്ന് പറയുന്നത്. എടക്കൽ ആ പേരിലാണ് എടക്കൽ ഗുഹ എന്നറിയപ്പെടുന്നത്. ഇത് ഏകദേശം 30,000 വർഷം മുമ്പ് ശക്തമായ ഭൂകമ്പത്തിൽ പാറകൾ പൊട്ടിപ്പിളന്നുണ്ടായ ഗുഹയാണിത്. അന്ന് 2 ഗുഹ ഉണ്ടായിരുന്നു, ഒന്ന് താഴെ ഒന്ന് മേലെ. ഈ ഗുഹയല്ല പ്രധാനം, ഇവിടുത്തെ ചിത്രങ്ങളാണ് പ്രധാനം. ഇത് കണ്ടുപിടിച്ച 1894 മലബാർ പോലീസ് സൂപ്രണ്ട് ഫെഡറിക് ഫസറ്റാണ്, ബ്രിട്ടീഷുകാരുടെ സമയത്തിൽ. 1901 ഇന്ത്യൻ ആൻറ്റിക്വറി എന്ന പത്രികയിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോഴാണ് ജനങ്ങൾ അറിയുന്നതും കാണുന്നത്. അപ്പോൾ ഈ ചിത്രങ്ങളുടെ കാലപ്പഴക്കം മനസ്സിലാക്കാൻ കാർബൺ ഡേറ്റിംഗ് എന്ന സംവിധാനമുണ്ട്. അതിൽ കൂടെ മനസ്സിലാക്കിയതാണ് ഈ ഭാഗത്ത് കാണുന്ന ചിത്രങ്ങളൊക്കെ ഏകദേശം 6000 വർഷം പഴക്കമുള്ളതാണ്. 6000 വർഷം പഴക്കമുള്ളതും ഈ ഭാഗത്ത് കാണുന്ന ചിത്രങ്ങളൊക്കെ ഏകദേശം 2300 വർഷം പഴക്കമുള്ളതും ഈ ഭാഗത്തേക്ക് കാണുന്ന ചിത്രങ്ങളൊക്കെ ഏകദേശം 3000 വർഷം പഴക്കമുള്ള ചിത്രങ്ങളാണ്. ഇത് BC 4000-നും 1000-നും ഇടയ്ക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6000 വർഷം തൊട്ട് 2300 വർഷത്തിനുള്ളിൽ പല പീരീഡായിട്ട് പല ആദിവാസി ഗോത്ര സമൂഹങ്ങൾ മാറി മാറി വന്ന് താമസിച്ചിട്ടുണ്ട്. അവരന്ന് വരച്ച ചിത്രങ്ങളാണ്. ഗോത്രത്തലവൻ്റെ കിരീടമണിഞ്ഞ് കൈ ഉയർത്തി നിൽക്കുന്ന ഫോട്ടോ ആണ് ഇങ്ങോട്ട് വരിക. ഇതാണ് എടക്കൽ ഗുഹൻ്റെ മെയിൻ പിക്ചർ. ഒരു മനുഷ്യൻ കാല്, ബോഡി, കൈ ഉയർത്തി നിൽക്കുന്നു, കിരീടം അണിഞ്ഞ് നിൽക്കുന്നു. കാണുന്നുണ്ടല്ലോ, കിരീടം അണിഞ്ഞ്, ഇതാണ് പന്തൂലാൽ കിരീടം അണിഞ്ഞ് നിൽക്കുന്നതാണ്.
ഇത് അയാളുടെ ഫ്രണ്ട് സൈഡ് ഫോട്ടോ, ഇത് ബാക്ക് സൈഡ് ഫോട്ടോ, കാണുന്നുണ്ടോ? അതുപോലെ ഇത് രണ്ടും ഒരാളുടെ ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ്. അതുപോലെ നമുക്ക് ഒരു സ്ത്രീ നിൽക്കുന്നു, ഒരു കുട്ടി നിൽക്കുന്നു, കിരീടം നിൽക്കുന്നുണ്ടല്ലേ. ഇത് നോക്ക് സാർ, അവിടെ ഒരു ചക്രം കണ്ടില്ലേ? അതിൻ്റെ മുകളിൽ മയിൽ ഇരിക്കുന്നുണ്ട്, സൺ വിത്ത് പീക്കോക്ക്. ഒരു എസ്മോടെ കഴുത്ത് ഉയർത്തി നിൽക്കുന്നു. ഒരു ചക്രവണ്ടി അവിടെ കാണുന്നു, അത് കാണുന്നുണ്ടോ? ഇതൊക്കെ 6000 വർഷം പഴക്കമുള്ളതാണ്. ഇതൊരു റൗണ്ട് കാണുന്നില്ല, ഒരു ഫേസ് ആണ്. ഇതിൻ്റെ കൊമ്പും കൊണ്ട് കുത്തിയിട്ട് ഒരു ആന നിൽക്കുന്നുണ്ടോ? കാണുന്നില്ലേ? ഇതൊക്കെ 6000 വർഷം പഴക്കമുള്ള ചിത്രങ്ങളാണ്. നെക്സ്റ്റ് ഇങ്ങോട്ട് വരും. ബാക്കി കുറേ പിക്ചേഴ്സ് ഉണ്ട്, നമുക്ക് ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ശരി, ഇത് ഏകദേശം 2300 വർഷം പഴക്കമുള്ള ചിത്രമാണ്. ട്രയാങ്കിൾ ലേഡി, ത്രികോണത്തിൽ വരച്ചിരി ലേഡി. നമുക്ക് ഇങ്ങോട്ട് വരും. ഈ ഭാഗത്ത് കാണുന്ന 3000 വർഷം പഴക്കമുള്ള ചിത്രമാണ്. ഇത് അവരുടെ ടൂൾസാണ്. ടൂൾസ് ആ സമയത്തുള്ള ടൂൾസാണ്. ഇത് നമുക്ക് ഒരു ലേഡി ഒന്നുകൊണ്ട് തെളിക്കുന്ന ലേഡി വിത്ത് പുഷ്കാട്ട. ഇത് 3000 വർഷം പഴക്കമുള്ള. ഇവിടെ ഒരു നക്ഷത്രമുണ്ട്, കാണുന്നുണ്ടോ? കൂട്ടത്തിലുള്ള ഒരു കപ്പ്. ഇത് 3000 വർഷം പഴക്കമുള്ള ചിത്രമാണ്. ഇത് മെയിനായിട്ട് ഒരു കപ്പിൾ നിൽക്കുന്നതാണ്. ലേഡി ഡാൻസ് പൊസിഷൻ, ഇടതുകാലം പുറകോട്ട് വലതുകാലം മുന്നോട്ട്, കൈ നിർത്തി ഡാൻസ് പൊസിഷൻ നിൽക്കുന്നു. ജെൻസ് അമ്പം ബില്ല് എഴുതുകൊണ്ട് നിൽക്കുന്നതാണ്, ഹണ്ടിങ് പൊസിഷൻ. ഇത് കണ്ടപ്പോൾ എൻ്റെ ആരോ കിരീടം അണിഞ്ഞ് അമ്പം ബില്ല് എഴുതുകൊണ്ട് നിൽക്കുന്നതാണ്. ഇതൊക്കെ 3000 വർഷം പഴക്കമുള്ള വൈൽഡ് അനിമൽസ് ആണ്, ബിഗ് അനിമൽസ്. ബോഡി കഴുത്ത് നീട്ടി, തല കൂർത്ത്, കാല് ഒരു ഡൈനോസർ മോഡൽ. ഡൈനോസർ അല്ല, ആ മോഡൽ ഒരു മൃഗം, വൈൽഡ് അനിമൽസ്. ഒരു കുരങ്ങൻ, ഒരു മങ്കി കോണി പിടിക്കാനായിരിക്കുന്നതാണ്. ബാക്കി ഇവിടെ കുറച്ച് ട്രീസ്, ഇത് ഫ്ലവേഴ്സ്, മുകളിലൊരു മാന്, വണ്ടിയേരീസ്. ബാക്കി കുറേ ചിത്രങ്ങളുണ്ട്, നമുക്ക് ഡീകോഡ് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ വന്ന ആദിവാസികളെ നശിപ്പിച്ചു കളഞ്ഞു. ഒരു മാൻ്റെ രൂപമാണ് ഈ കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് വരും സാർ. ഇതൊരു ഡോഗിൻ്റെ തല ഡാമേജ് ചെയ്തു. ഇതൊരു ടെമ്പിൾ ഡാൻസ് ആണ്. ടെമ്പിൾ ഡാൻസ് ട്രഡീഷണൽ ഡാൻസ്. അമ്പലത്തിൽ തലയിൽ ഇത് കാവടിയാട്ടം പോലെ ഒരു ഡാൻസ് ഇല്ലേ, ആ ചിത്രമാണിത്. ഇതാണ് തിരുമേനോട്. ഇത്രയൊക്കെ അവർ വരച്ചിരിക്കുന്ന നെക്സ്റ്റ് ജനറേഷന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് റൈറ്റിംഗ് ഉണ്ടായിരുന്നില്ല. റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 2300 വർഷത്തിൽ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ്, തമിഴ് ബ്രാഹ്മി ലാംഗ്വേജാണ്, മിക്സിംഗ് ലാംഗ്വേജാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. താഴെ വന്നിരിക്കുന്നത് സംസ്കൃത ഭാഷയാണ്, പുരാണ സംസ്കൃത ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. ഇത് പറഞ്ഞ് മനസ്സിലാക്കിയത് ആ സമയത്ത് ലിബി പണ്ഡിതന ഗുൾഷാണ്, മദ്രാസിലെ. പലപുലി താത്തക്കാരി ഓടുങ്കോ മലൈ പാണ ഗജ കച്ചനെ എത്തി എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ പല പുലികളൊക്കെ ഒന്ന് ധീരനായ ഒരു കാട്ടുരാജാവ് ഈ ഗുഹയ്ക്കുള്ളിൽ താമസിച്ചിരുന്നു എന്നർത്ഥം. രണ്ടാമത്തെ ലൈൻ ശ്രീ വിഷ്ണു വർമ്മനാഹ കുടുംബിയെ കുലവർദ്ധനാസി ലിഖിതം, പുരാണ സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാക്കി കുടുംബിയ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു ഇവിടെ താമസിച്ചെന്നും അവൻ്റെ പേര് വിഷ്ണുവർമ്മനായിരുന്നു എന്നാണ് എഴുതപ്പെടുന്നത്. അവൻ്റെ കുലത്തിൻ്റെ യശസ്സിന് വേണ്ടി എഴുതപ്പെടുന്നു എന്നാണ് കൊടുക്കുന്നത്. ഇതാണ് എടക്കൽ ഗുഹൻ്റെ ചരിത്രങ്ങളുള്ളത്. പിന്നെ വേറൊരു പടം പറയുന്നുണ്ട്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി എടക്കൽ ഗുഹയിൽ ഒരു ഓൾഡ് വുമൺ, പ്രായമായ സ്ത്രീ വെള്ളം എടുത്തിട്ട് പോകുന്നതായിട്ട് PhD പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് വന്ന് ചോദിക്കുന്നത്. ആ സ്ത്രീ, ആ രൂപമാണിത്. തല, കൈ, കാല്, ഇത് ജാറ്, വെള്ളം എടുത്തിട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല, അത് മനസ്സിലാവും. പിന്നെ ഇത് 3000 വർഷം പഴക്കമുള്ളതാണ്, ഒരു സ്ത്രീൻ്റെ, പക്ഷേ പൂർണ്ണ രൂപമല്ല. ഇതൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്, തലയും ഇതൊക്കെ. ഇത്രയാണ് എടക്കൽ ഗുഹയിലുള്ള ഗുഹാചിത്രങ്ങൾ. കാർബൺ ഡേറ്റിംഗ് എന്നൊരു സംവിധാനമുണ്ട്. പല ചിത്രം പല പ്രാവശ്യമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ആർക്കോളജി ഏറ്റെടുത്ത് 2008 മുതലാണ്. കുറേ കാലം കണ്ടാണ്. 1984 തൊട്ട് കൺട്രോളിലാണ് ഇവിടെ. അതിന് മുമ്പ് വന്നവരൊക്കെ കുറേ ഡാമേജ് ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ആർക്കോളജിൻ്റെ എല്ലാം നമുക്ക് ടച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പാടിൽ വരും, വെയിൽ വരുമ്പോൾ ഉണങ്ങി പൊടിഞ്ഞു പോകും. പിന്നെ അങ്ങനെ അതാണ് നിൽക്കുന്നത്, പോയത്. നമ്മളത് നശിപ്പിക്കരുതല്ലോ. ഇതൊക്കെ പാടിൽ വന്നിട്ട് പിന്നെ പൊടിഞ്ഞു പോകുന്നതാണ് ഈ കാണുന്നത്. കൊത്തുപണികളിൽ അവസാനിക്കുന്നില്ല എടക്കലിൻ്റെ ചാരുത. ഗുഹയുടെ ചുവർച്ചിത്രങ്ങൾ അവയുടെ ഗാംഭീര്യത്തിലും സങ്കീർണതയിലും അമ്പരപ്പിക്കുന്നതാണ്. ചിത്രങ്ങളുടെ ഉത്ഭവം ഇന്നും രഹസ്യമായി തന്നെ തുടരുന്നു. 1895 എടക്കൽ ഗുഹയെക്കുറിച്ച് പുറംലോകം അറിയുന്നത്. ഇവിടെ നിന്നും കണ്ടെത്തിയ പുരാവസ്തുക്കളും ശ്മശാനങ്ങളുടെ അവശിഷ്ടങ്ങളും മൺപാത്രങ്ങളുമെല്ലാം വയനാട്ടിലുള്ള ഹെറിറ്റേജ് മ്യൂസിയത്തിലാണ് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത്.
വയനാട്ടിലെ എടക്കൽ ഗുഹയുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. മറ്റൊരു നാടിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.